നഗരത്തിന്. കൊച്ചി നഗരത്തിന്റെ സംസ്കാരമല്ല കോഴിക്കോട് നഗരത്തിന്. ഈ കോഴിക്കോട് നഗരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോഴിക്കോട് പൊതുവെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഈ പറയുന്ന മൾട്ടി കൾച്ചറിനെ അബ്സോർബ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. സരസ് വളരെ എന്താ പറയാ, ആ ഒരു ഹാപ്പി മോഡില് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു 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 കമ്മ്യൂണിറ്റിയാണ് കാലിക്കറ്റിൽ പ്രിഡോമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് ബീച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി 3 മണി വരെ അവിടെ ആൾക്കാരെ കാണാം. അവിടെ ഈ പറയുന്ന ഗസൽസും അങ്ങനെയുള്ള ഈ നോർത്ത് ഇന്ത്യൻ സംഗീതം എൻജോയ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെതായ വേദികളുണ്ട്. ലിറ്റററി ഫെസ്റ്റിവല്, ഇതൊക്കെ ഈ ലിറ്റററി ഫെസ്റ്റിവല് ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന ആ ഒരു ആരവും ആൾക്കാരുടെ കൂട്ടായ്മയൊന്നും നമ്മുടെ വേറെ സിറ്റീസിലൊന്നും കാണാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്നാൽ കോഴിക്കോട് അതിൻ്റെതായ ഒരു കൾച്ചർ ഉണ്ട്. ഹെറിറ്റേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിസൈൻ്റെ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അത് കാരണം ധാരാളം കൂട്ടായ്മകളുണ്ട് അവിടെ. ആർക്കിടെക്ട്സിന്റെ കൂട്ടായ്മയുണ്ട്, അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം അത് ശരിക്കും പറഞ്ഞാൽ ആ സിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഹെറിറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും കോഴിക്കോട് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഈ മുസിരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലുണ്ടായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആണ് മുസിരീസ് പ്രോജക്റ്റ്. ഈ മുസിരീസ് പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിനപ്പുറം കേരളത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. ഒരുപക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലം കേരളം പോലെ വേറെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നാണ് പറയാം. അപ്പം അതൊന്നും നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതിനെ ടാപ്പ് ചെയ്തിട്ടില്ല. ശരിക്കും ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അത് ഇപ്പോഴും ഞാൻ പറയും, അതിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് പ്രോജക്റ്റ് പോയിട്ടില്ല, ഇനിയും പോകാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ലോക സമക്ഷം കേരളത്തെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് മുസിരീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്പൈസ് റൂട്ട് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന ഒരു പേരിൽ കോഴിക്കോട് തൊട്ട് കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റൽ ടൗൺസ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും, അതിന്റെ ഹെറിറ്റേജ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ട് എൻ്റയർ കേരള ഈ പറയുന്ന ഹെറിറ്റേജിന്റെ ഒരു സെലിബ്രേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ചാലകശക്തി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പല ലിവിങ് മ്യൂസിയംസും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. അതേപോലെ പല ഈ കൾച്ചറൽ ഫെസ്റ്റും ഇതിന്റെ ഭാഗമാവും. പല റിസർച്ച് സിമ്പോസിയങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും.